ലാൽസലാം പ്രിയപ്പെട്ട സഖാക്കളെ, CPIM റെഡ് സ്റ്റാർ വോയിസ് നവമാധ്യമ കൂട്ടായ്മയിലെ മുഴുവൻ സഖാക്കളെയും ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവതരണം ഗംഗാ രാജീവ്, പത്തനംതിട്ട. ഇന്ന് 1196 തുലാം 5 2020 ഒക്ടോബർ 21 ബുധനാഴ്ച. ബൊളീവിയയിൽ വീണ്ടും ചുവന്ന പ്രഭാതങ്ങൾ. തെക്കൻ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിൽ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം നേടിയ വിജയം ലോകത്തിനാകെ ആവേശമായി. ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അടിവരയിട്ട് പ്രഖ്യാപിച്ച ഈ ഇടതു വിജയം അമേരിക്കൻ സാമ്രാജ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയുമായി. കോവിഡ് മഹാമാരിക്കാലം നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ പരാജയം മുതലാളിത്ത രാജ്യങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു. ഈ നയങ്ങളുടെ പരാജയം ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ബൊളീവിയയിലെ ഇടതുപക്ഷം നേടിയ ഈ വിജയം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് രാജ്യാന്തര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ നീക്കങ്ങളെയും ചെറുത്തും അതിജീവിച്ചുമാണ് ബൊളീവിയൻ ജനത ചരിത്രം എഴുതിയത്. ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ശതകോടീശ്വരന്മാരെ തോൽപ്പിക്കാൻ കരുത്തുണ്ടെന്ന് ബൊളീവിയ തെളിയിച്ചതായി അമേരിക്കയിലെ മാധ്യമപ്രവർത്തക ജെയ്ൻ മക്കലീവി പറഞ്ഞത് എത്രയോ വലിയ സത്യം. പട്ടാളത്തെ കൂട്ടുപിടിച്ച് 2019 നവംബറിൽ വലതുപക്ഷം ഭരണം അട്ടിമറിച്ച ബൊളീവിയയിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ആവേശകരമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. പുറത്താക്കിയ പ്രസിഡന്റ് ഇവോ മൊറാലിസിന്റെ പിൻഗാമി ലൂയിസ് ആർസെയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അദ്ദേഹം 52% വോട്ട് നേടിയതായി എക്സിറ്റ് പോൾ ഫലത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ദാവി ചോക്കുഹാൻഗെയും മുന്നിൽ തന്നെ. രണ്ടുപേരുടെയും വിജയം ഉറപ്പ്. ഔദ്യോഗിക ഫലം വരാൻ ദിവസങ്ങൾ കഴിയണം. ഞാൻ തിരിച്ചുവരും, ബൊളീവിയൻ ജനതയുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കും എന്നായിരുന്നു അർജന്റീനയിൽ കഴിയുന്ന ഇവോ മൊറാലിസ് തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്. മൊറാലിസിന്റെ സോഷ്യലിസത്തിലേക്കുള്ള പ്രസ്ഥാനം, അതായത് മാസ്, വിജയത്തിലേറുമ്പോൾ ആ വാക്ക് യാഥാർത്ഥ്യമാവുകയാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ലൂയിസ് ആർസെ 11 വർഷം ഇവോ മൊറാലിസ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. ഇരുവരും ചേർന്ന് സാമൂഹ്യ പുരോഗതിയുടെ പുതിയ ചരിത്രമെഴുതുമ്പോഴാണ് ഭരണം അട്ടിമറിക്കപ്പെട്ടത്. 1973 സെപ്റ്റംബറിൽ ചിലിയിൽ സാൽവദോർ അലൻഡെയ്ക്കെതിരെയും 2002 ഏപ്രിലിൽ വെനസ്വേലയിൽ ഹ്യൂഗോ ഷാവേസിനെതിരെയും 2019 ഇക്വഡോറിൽ റാഫേൽ കൊറിയയ്ക്കെതിരെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ കലാപം സംഘടിപ്പിച്ചിരുന്നു. സമാന രീതിയിലാണ് 2019 ബൊളീവിയയിൽ ഇവോ മൊറാലിസിനെ അട്ടിമറിച്ചത്. അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മൊറാലിസിനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ആരോപിച്ച് പുറത്താക്കുകയായിരുന്നു. രാജിവെക്കേണ്ടി വന്ന അദ്ദേഹത്തിന് ബൊളീവിയ വിട്ട് പോകേണ്ടി വന്നു. പ്രവാസത്തിലിരുന്ന ഇടതുപക്ഷ വിജയത്തിന് നേതൃത്വം നൽകിയത് മൊറാലിസ് തന്നെ. 2019 ഇടക്കാല പ്രസിഡന്റായി അധികാരത്തിലേറിയ ജിയാനിൻ അനസ് ബൊളീവിയയെ സാമ്പത്തികമായും സാമൂഹ്യമായും തകർക്കാനാണ് ശ്രമിച്ചത്. ഈ ഭരണത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തെ അടിച്ചമർത്തി. ഡസൻ കണക്കിന് കൂട്ടക്കൊലകൾ അരങ്ങേറി. ഒട്ടേറെ ട്രേഡ് യൂണിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടു. മാസ് പ്രസ്ഥാനത്തെ നിരോധിക്കാനും അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനും ശ്രമങ്ങളുണ്ടായി. വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാപകമായി കള്ളവും അപവാദവും പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പലവട്ടം മാറ്റിവെച്ചു. വിദേശത്തും രാജ്യത്തുമുള്ള ഒട്ടേറെ വോട്ടർമാരെ അയോഗ്യരാക്കി. കോവിഡ് മൂലം പലർക്കും വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിഞ്ഞില്ല. ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചാണ് ബൊളീവിയൻ ജനത വിധി എഴുതിയത്. ഇവോ മൊറാലിസിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ട് കുറച്ചു നാളുകൾക്കുള്ളിൽ കോർപ്പറേറ്റ് മേഖല ഭരണം കൈയടക്കിയതും ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യമാണ്. എണ്ണയും പ്രകൃതിവാതകങ്ങളും ഖനികളുമെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി. നവലിബറൽ നയങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി. ഈ നയങ്ങൾ ഇനി വേണ്ടെന്ന ജനകീയ പ്രഖ്യാപനം കൂടിയാണ് വിധിയെഴുത്ത്. കുടിവെള്ളം പോലും സ്വകാര്യവൽക്കരിച്ച വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടാണ് ഇവോ മൊറാലിസ് 2006 അധികാരത്തിൽ വരുന്നത്. 2009 2014 വിജയം ആവർത്തിച്ചു. IMF, ലോകബാങ്ക് നയങ്ങൾക്കെതിരെ 80കളിലും 90കളിലും രാജ്യത്ത് നടന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് മൊറാലിസ് അധികാരത്തിലെത്തുന്നത്. മൊറാലിസ് അധികാരത്തിൽ വന്നതോടെ സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം, എണ്ണയും വാതകവും ഖനികളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങളുടെ ദേശസാൽക്കരണം എന്നിവ ത്വരിതഗതിയിൽ നടപ്പാക്കി. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് അറുതി വരുത്തി. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 3 ഇരട്ടിയായി വർദ്ധിച്ചു. വരുമാനത്തിലെ അസമത്വം, ദാരിദ്ര്യവും കുറഞ്ഞു. പാർപ്പിട പ്രശ്നം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ അടിസ്ഥാന മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചു.
കോർപ്പറേറ്റ് നയങ്ങൾ പൊളിച്ചെഴുതിയതോടെ അമേരിക്കയ്ക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും ഇരിക്കപ്പൊറുതി ഇല്ലാതായി. മൊറാലിസ് അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ജനങ്ങൾ അതിനെല്ലാം മറുപടി നൽകിയിരിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പെന്നാണ് മൊറാലിസ് പറഞ്ഞിരുന്നത്. ആ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. ജനങ്ങൾ തന്നെ പരമാധികാരികൾ. ലാൽസലാം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും കാണും വരെ മുഴുവൻ സഖാക്കൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങളും അതോടൊപ്പം ഒരു ശുഭദിനവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഗംഗാ രാജീവ്, പത്തനംതിട്ട.